ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങളൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് പ്രോട്ടോകോൾ ഒന്നും ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സോ പ്ലീസ് കം വിത്ത് us. അജയനെ വെടിവെച്ചത് താനല്ല എന്ന് തെളിയിക്കാൻ ജയശ്രീ മാഡം ഒരുപാട് ശ്രമിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ അജയനെ കൊന്നവർ അതിനുപയോഗിച്ചത് സർവീസ് റിവോൾവർ തന്നെയായിരുന്നു. അതുകൊണ്ട് മാഡത്തിന്റെ വാദം ആരും ചെവിക്കൊണ്ടില്ല. അങ്ങനെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത തെറ്റിന് മാഡം കുറ്റക്കാരിയായി. പക്ഷെ ആ കേസിൽ മാഡത്തിനെതിരെ നിയമ നടപടിയൊന്നും ഉണ്ടായില്ല. എങ്കിലും അതിലും വലിയ ശിക്ഷ നാട്ടിൽ നിന്നും മാഡത്തിന് അനുഭവിക്കേണ്ടി വന്നു. അജയനമ്മാവനെ ശരിക്കും കൊന്നതാരാണെന്ന് കണ്ടുപിടിക്കാൻ അമ്മ ശ്രമിച്ചില്ലേ? ശ്രമിച്ചു. അജയൻ പറഞ്ഞ കേസ് വെളിയിൽ വന്നാൽ ആർക്കാണോ അതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് അവരാണ് യഥാർത്ഥ കൊലയാളി. അത് ആരാണെന്ന് തിരിച്ചറിഞ്ഞോ? അയാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചോ? അജയന്റെ മരണത്തിന് ശേഷം മാഡം ആകെ ഡിപ്രസ്ഡ് ആയിരുന്നു. എങ്കിലും സത്യം കണ്ടെത്തി അതെല്ലാരെയും അറിയിക്കണമെന്ന് മാഡം വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഗിരിജയുടെ അകൽച്ച മാഡത്തിന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. വേറെ ആരും ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഗിരിജയെങ്കിലും സത്യം അറിയണമെന്ന് മാഡം ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. സത്യം കണ്ടെത്താനും അവർക്കെതിരെ തെളിവുകൾ ശേഖരിക്കാനും മാഡം ഒരുപാട് കഷ്ടപ്പെട്ടു. ഒടുവിൽ മാഡം അതിൽ വിജയിച്ചു. പക്ഷേ സ്റ്റേഷനിൽ ആരെയും വിശ്വാസമില്ലാതിരുന്ന മാഡം ആ വിവരങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്തില്ല. ഒരു ദിവസം ആംബുലൻസ് ഡ്രൈവറെ മാഡം കണ്ടെത്തി പിടിച്ചു കൊണ്ടുവന്നു. അയാളാണ് ഹോസ്പിറ്റലിലേക്ക് ആളെ കൊടുക്കുന്നതെന്ന് മാഡത്തിന് അറിയാമായിരുന്നു. അന്ന് പല പ്രാവശ്യം മാഡം അയാളെ ചോദ്യം ചെയ്തു. എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുപോലെ കോടതിയിൽ പറയോ? പറയാം മാഡം. എങ്കിൽ തന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കി അങ്ങനെ പ്രസന്റ് ചെയ്യാൻ ഞാൻ. അതൊന്നും നടക്കില്ല മാഡം. ഞാനിതെല്ലാം പറഞ്ഞു എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടാവും. നാളെ നേരം വെളുക്കും മുമ്പ് അയാൾ എന്നെ കൊന്നിരിക്കും. അയാൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് മാഡം അധികകാലം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. എടോ, ഇതൊക്കെ വെറുതെ തോന്നുന്നതാ. ഇവിടെ ഒന്നും കയറി തന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇത്തവണ അയാൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. സമൂഹത്തിന്റെ മുന്നില് നല്ലവന്റെ മുഖംമൂടി അണിഞ്ഞ് പാവങ്ങളെ ദ്രോഹിക്കുന്ന അയാളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും ഞാൻ. ആ മുഖം മുടിപ്പിച്ച് ചീന്തുകയും ചെയ്യും. ഇനിയുള്ള കാലം ഇരുമ്പഴിക്കുള്ളിൽ കഴിയുന്ന അവസ്ഥയാക്കും ഞാൻ. ഓർത്തോ? ഞാൻ എന്തായാലും ഇറങ്ങുവാണേ മാത്യൂസെ. അയാൾക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തേക്ക്. ഓക്കെ, സീ യു. ഇതുവരെ എണീറ്റില്ലേ? നല്ല ഉറക്കമാണെന്ന് തോന്നുന്നല്ലോ. മാത്യൂസ്, മാത്യൂസേ, അവന് ചായ വല്ലതും വാങ്ങി കൊടുത്തായിരുന്നോ? ഇതിന് അവൻ ഇതുവരെ എണീറ്റിട്ട് പോലില്ലല്ലോ മാഡം. എണീറ്റില്ലെന്നോ? വരൂ. മാത്യു, അയാളും തിരിച്ചേ. ശ്വാസം ഉണ്ടെന്ന് നോക്ക്. മാഡം ശ്വാസമില്ല. കർത്താവേ, എടോ, എന്തോടോ പറയുന്നേ? മാഡം തീർന്നു. ആള് പോയി മാഡം. മാഡം രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്തു. പക്ഷേ ആർക്കും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ആ ലോക്കപ്പ് മരണം മാഡത്തിന്റെ തലയിലായി. അതിന്റെ പേരിൽ വീട്ടിലും പ്രശ്നങ്ങളുണ്ടായി. അതൊന്നും മാഡത്തെ തളർത്തിയില്ല. ആരുടെയും സഹായമില്ലാതെ മാഡം വീണ്ടും ആ കേസിന്റെ പിന്നാലെ ഇറങ്ങി.
പക്ഷേ അണിയറയിൽ മാഡത്തിനെതിരെ ശക്തമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. യു ഹാവ് ടു കോപ്പറേറ്റ് വിത്ത് അസ്. എല്ലാ തെളിവുകളും ജയശ്രീക്കെതിരാണ്. ലോക്കപ്പ് മരണം നടന്ന ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ജയശ്രീക്കെതിരെ മൊഴി തന്നിട്ടുണ്ട്. സോ യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങളൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് പ്രോട്ടോകോൾ ഒന്നും ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സോ പ്ലീസ് കം വിത്ത് അസ്. അമ്മേ മോളെ കരയല്ലേ. സത്യത്തിന് വേണ്ടി പോരാടാൻ ഇറങ്ങിയാല് പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരും. അവിടെ തളർന്നാല് നമ്മൾ തോറ്റുപോവേയുള്ളൂ. ധൈര്യമായിട്ടിരിക്കണം. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഒരു ദിവസം സത്യം ജയിക്കുക തന്നെ ചെയ്യും. കരയല്ലേ, പോയിട്ട് വരാം. തിങ്കളാഴ്ച കോർട്ടിൽ ബെയിൽ അപ്ലൈ ചെയ്തോളൂ. ഇപ്പൊ ഞങ്ങളോടൊപ്പം വരണം. ആ കൊണ്ടുവരൂ. ജയശ്രീ, അമ്മേ എന്റെ അമ്മ കൊണ്ടുവല്ലേ, എന്റെ അമ്മ കൊണ്ടുവല്ലേ, അമ്മ പോണ്ട. മോളെ ഒന്ന് മാറി നിൽക്ക്. അമ്മേ മോളെ വിട്ടേ, അമ്മ പോണ്ട. മാറി നിൽക്ക്. പറയുന്ന കേക്ക്. മോള് മാറി നിൽക്ക്. മോളെ അച്ഛാ, അമ്മ കൊണ്ടുവല്ലേന്ന് പറ അച്ഛാ. ദേ അമ്മ. എന്റെ അജയനെ കൊന്നതിന് നീ അനുഭവിക്കോടി ജയശ്രീ. നോക്കിക്കോ,